നമസ്കാരം. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. ആരും എണീറ്റ് പോകരുത്. ഞാൻ വായി തോന്നിയ പോലെ വിളിച്ചു പറയും. ഇതാണ് എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. എല്ലാവരും പോവാണോ? ഇവിടെ 14 ജില്ലയും കറങ്ങി ക്ഷീണിച്ച് അവശരായി വന്നവരെ വേണ്ട ഇങ്ങനെ പുച്ഛിക്കരുത്. നിങ്ങൾക്ക് ഇത് കേട്ടാൽ മാത്രം പോരെ. എന്നാൽ ഉപദേശമെങ്കിലും കേട്ടിട്ട് പൊയ്ക്കോ. ഇനിയും ഇരുന്നില്ലെങ്കിൽ തമിഴും ഇംഗ്ലീഷും ഉപയോഗിച്ച് ഞാൻ സംസാരിക്കും. ഓക്കെ? എന്നായിരിക്കും. ഇനി പറയാം. കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ തിരുവനന്തപുരത്തെത്തി സമാപനം കുറിച്ചു. എന്തിൻ്റെന്നല്ലേ? സമരാജ്ഞി. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് നമ്മുടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും വിലയാണ് ഇന്ന് ഈ കാണുന്നതൊക്കെയും. സുധാകരേട്ടാ, ബാക്കി പറ. ഒരു പ്രസംഗത്തിന് ഞാനില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രസംഗിക്കൂ. അതിനെന്താ ഇപ്പൊ കുഴപ്പം? നിങ്ങളുടെ പ്രസംഗം കേൾക്കാനായിട്ടാണ് എല്ലാവരും ഇവിടെ വന്ന് കാത്തിരിക്കുന്നത്. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. സതീഷ് ചേട്ടൻ മൈക്ക് തരാത്തതിനാണ് ഈ പിണക്കമെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് KPCC തന്നെ പിരിവിട്ടൊരു മൈക്ക് വാങ്ങി തരുന്നു. ഒന്നുമല്ലെങ്കിലും ഇത്രയിടം വരെ വന്നിട്ടൊന്നും മിണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ. പ്രസിഡന്റ് മിണ്ടിയില്ലേ പിന്നെ ആരും മിണ്ടാൻ? ഗർജിക്കുന്ന സിംഹമല്ലേ. കളം കാലിയായി. ആര് പറഞ്ഞു? നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. എവിടാ കാലിയായ കളം? പിന്നിൽ അണിനിരന്നിരിക്കുന്ന പുരുഷാരത്തെ ഒന്ന് നോക്കിക്കേ. എന്നിട്ടും ഇങ്ങനെ പറയുന്നത് മോശമല്ലേ പ്രസിഡന്റെ? അത് പിന്നെ കോൺഗ്രസിന്റെ പൊതു സ്വഭാവമല്ലേ. സദസ്സിൽ ആളില്ലെങ്കിലും വേദിയിൽ നിറയെ ആളുകളായിരിക്കും. അതുമാത്രവുമല്ല, വേദിയിൽ ആളുകൂടി വേദി പൊളിച്ചെടുക്കിയ സംഭവം കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തമല്ലേ. എന്നിട്ടും പറയുകയാണ് കളം കാലിയാണെന്ന്. കണ്ണു തുറന്നെന്റെ നോക്കേണ്ട പ്രസിഡന്റ് സാറേ. എന്തായാലും ഒരു തരത്തിൽ മര്യാദയ്ക്ക് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. സാധാരണഗതിയിൽ ഇതൊന്നുമല്ല. പ്രസിഡന്റിന് കലി വന്നാൽ പിന്നെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതങ്ങ് നടത്തിക്കളയും. അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു വാചകമാണ്. തമിഴ് ഭാഷയിൽ അങ്ങനെയൊക്കെ പറയുന്ന പ്രശ്നമൊന്നുമില്ല. കാര്യം തമിഴിൽ നിന്നാണല്ലോ നമ്മുടെ മലയാളം ഉണ്ടായത്. തമിഴിലെ പല വാക്കുകളും ഇവിടെ ഉപയോഗിക്കുന്നുമുണ്ട്. പിന്നെ തമിഴ് നടന്മാരുടെ സിനിമകൾ ഇവിടെയും കളക്ഷൻ നേടുന്നതും പതിവാണല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നാലും പബ്ലിക്കായി ഇങ്ങനെ പറഞ്ഞതിന് പിന്നിൽ തമിഴ് ഭാഷ മാത്രമായിരിക്കുമോ? അല്ലെങ്കിൽ തന്നെ ദേഷ്യം വരുമ്പോൾ ആരെങ്കിലും തമിഴ് പറയും. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. അങ്ങനെ അപ്പോൾ തമിഴുമാകാം, അതുമല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിച്ച ഒരു ഇംഗ്ലീഷ് വാക്കും ആകാം. എന്തായാലും എല്ലാവരും കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. ചാനലുകാർ എന്തായാലും തമിഴായാലും ഇംഗ്ലീഷായാലും ബീപ്പിട്ടത് കൊണ്ട് ആർക്കും വ്യക്തമായില്ല. എന്തായാലും സ്നേഹവും തമിഴും വെടിഞ്ഞ് പ്രസിഡന്റ് അപേക്ഷയുടെ വാക്കുകളുമായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയതെന്ന് നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനും ഒരാശ്വാസം. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. അങ്ങനെ അപേക്ഷയുടെ സ്വരത്തിൽ പ്രസിഡന്റ് സംസാരിക്കുന്ന കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ അവിടെ വിട്ടുപോയി. പ്രവർത്തകരിൽ ചിലർ പറഞ്ഞു, ഞങ്ങളുടെ പ്രസിഡന്റ് ഇതല്ല, ഞങ്ങളുടെ പ്രസിഡന്റ് ഇങ്ങനെയല്ല. എന്നാൽ അക്കൂട്ടത്തിലും ചില ദുർബുദ്ധികളുണ്ടായിരുന്നു. വായിന്ന് വല്ലതും വീണുപോയാൽ പിന്നെ 7 കുളത്തിൽ കുളിച്ചാലും മോക്ഷം കിട്ടില്ല. അതുകൊണ്ടാകും പുതിയ അടവുമായി ഇറങ്ങിയതെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇനി എന്താ അപേക്ഷിച്ചത് ഒന്ന് കേട്ടു നോക്കാം. തമിഴോ ഇംഗ്ലീഷോ അങ്ങനെ വല്ലോ അതിലുണ്ടോ നമുക്ക് അറിയണമല്ലോ. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ രണ്ടാള് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. അതെ, സംഭവം വേറൊന്നുമല്ല. കൊള്ളാവുന്നവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആളൊഴിഞ്ഞു. നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളെ കണ്ട് സ്ഥിരമായി ഓരോന്ന് പറയുമല്ലേ. അതുകൊണ്ട് ആൾക്കാർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല. തന്നെയുമല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും കേൾക്കാൻ പാകത്തിലല്ലാതെ എന്തെങ്കിലും പ്രസിഡന്റിന്റെ വായിന്ന് വീണാലോ എന്ന് എല്ലാവർക്കും ഇപ്പോൾ പേടിയാ. അതുകൊണ്ടായിരിക്കും ചാനലിലാണെങ്കിൽ അവർ ബീപ്പ് ഇട്ടോളും. ഇതങ്ങനെയല്ലല്ലോ. നേരിട്ട് കേൾക്കുമ്പോൾ ബീപ്പിടാൻ അവിടെ ആരും ഇല്ല. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിലായിരിക്കും അവരൊക്കെ അങ്ങ് എണീറ്റ് പോയത്. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാ. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? അതായിരുന്നു എല്ലാവരുടെയും കണ്ണു നനയിച്ച ആ ചോദ്യം. നിങ്ങൾ എന്തിനു വരുന്നു? അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു വാചകമാണ്. അതായിരുന്നു ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാർട്ടിയല്ലേ. ആരും ചിരിക്കരുത്. ഒരാൾ സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ ചിരിക്കുന്ന മോശമാണ്. ഇനിയാണ് ഡയലോഗ്.
മാസ് എന്ന് വെച്ചാൽ ഒരു പക്ഷേ രഞ്ജിപ്പണിക്കർ എഴുതുമോ ഇതുപോലെ? അത്രയ്ക്കും മാസ്. ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും പാർട്ടി, പട്ടിണിക്കാരുടെ പാർട്ടി, പിന്നെ ചരിത്രം, ഭൂമിശാസ്ത്രം, അങ്ങനെ എന്തെല്ലാമോ ഒക്കെ പറഞ്ഞു നോക്കി സുധാകരേട്ടൻ. ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. സമരാഗ്നി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം. അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? അല്ല, എന്തെങ്കിലും സംഭവിക്കും? ഇത്രയും വലിയ ത്യാഗത്തിൽ പൊതിഞ്ഞ ചരിത്രം നടത്തിയിട്ട് അതിനെ പുറങ്കാല് കൊണ്ട് അടിച്ചു തെറിപ്പിക്കുന്ന അല്ലയോ മാന്യതയില്ലാത്ത മലയാളി, ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടമാകും? കേട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നത് വളരെ വലുതായിരിക്കും, വിലപിടിപ്പുള്ളതായിരിക്കും. ഗാന്ധിജി സ്വപ്നം കണ്ട പുതിയ ഇന്ത്യ നിങ്ങൾക്ക് നഷ്ടമാകും. മഹാബലി സ്വപ്നം കണ്ട പുതിയ കേരളം നിങ്ങൾക്ക് നഷ്ടമാകും. ഇത്രയ്ക്ക് അഹങ്കാരമൊന്നും പാടില്ല. ഇനി പുതിയ ഇന്ത്യ സ്വപ്നം കണ്ടുകൊണ്ട് എല്ലാം കേട്ടിരുന്നവരോട് ചിരിച്ചുകൊണ്ട് പ്രസിഡന്റ് വക ഉപദേശവും, അതും ഫ്രീ ആയി. നിങ്ങളെങ്കിലും ഒരു മേലിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ, ഇപ്പൊ പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നു, അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും മേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത്, ഇവിടെ ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എൻ്റെ പ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇനി പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് സമരാഗ്നി സന്ദേശം പ്രസിഡന്റ് പ്രവർത്തകർക്ക് കൈമാറുന്ന ചടങ്ങാണ്. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. അയ്യോ, മാറിപ്പോയി. എല്ലാവർക്കും ഇപ്പൊ ഇതാ സന്ദേശം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ ചെയ്യുക, അത് തമിഴിലെ ഒരു വാക്കും ഇംഗ്ലീഷിലെ ഒരു വാക്കും ആയിപ്പോയില്ലേ. ഇനി പറയാനുള്ളതാണ് ശരിക്കുമുള്ള സന്ദേശം. ഹൃദയത്തിൽ കത്തിച്ചൊലിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം രണ്ട് രാഷ്ട്രീയ ശക്തികളെ തകർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്ത് പകരുക എന്ന സന്ദേശമാണ്. ആ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവും, മനസ്സിലുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉണ്ടാകും, ഉറപ്പായും എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ടാകും. അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു വാചകമാണ്. അതൊന്നും അല്ലെന്ന്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. അതൊക്കെ കഴിഞ്ഞില്ലയോ? ഇതേണ്ട ഈ പറഞ്ഞ സന്ദേശം എല്ലാവരും വേണ്ട മനസ്സിൽ സൂക്ഷിക്കുക. എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ദേശീയഗാനം പരിപാടി എല്ലാവർക്കും കൂടിയ നമുക്ക് അങ്ങ് പാടിയിട്ട് അങ്ങ് അവസാനിപ്പിച്ചാലോ? അതിന് ദേശീയഗാനം ആലപിക്കുന്നതിനായി തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ആ, എല്ലാവരും എണീക്ക്. ദേശീയഗാനം പാടുമ്പോൾ ആരും ഇരിക്കാൻ പാടില്ല, അത് പ്രോട്ടോകോളാണ്. DCC പ്രസിഡന്റ് എല്ലാവരും എണീറ്റതിന് ശേഷം മാത്രമേ പാട്ട് പാടൂ. ദേശസ്നേഹം അത്രത്തോളം ഉണ്ട്. 1 2 3 4 ജനഗണ മംഗളദായ ജയ ഹേ. എന്താ പാടിയെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയോ? ഒന്നുകൂടെ കേട്ടാൽ ചിലപ്പോൾ ശരിയാവും. വരികൾക്കുള്ളിലെ അർത്ഥം മനസ്സിലാക്കി കൈയടിച്ചാണ് അദ്ദേഹം പാലോട് രവി നമ്മുടെ ദേശീയഗാനം പാടിയിരിക്കുന്നത്. അതൊന്നുകൂടെ കേൾക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ജനഗണ മംഗളദായ ജയ ഹേ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ല. വിവരവും വിദ്യാഭ്യാസവുമുള്ള ആരുമില്ല ഈ പാർട്ടിയിലെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് സംശയിക്കുന്നവരുടെ കുറ്റമാണെന്നേ പറയും. കാര്യം അടുത്ത നിമിഷം തന്നെ ഇന്ത്യയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന തരത്തിൽ, ദേശീയഗാനത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ടി സിദ്ദിഖ് MLA നടത്തിയ രക്ഷാപ്രവർത്തനം ആരും കാണാതെ പോകരുത്. ഇതേ ഒന്ന് നോക്കിക്കേ. അതായിരുന്നു നല്ലത്. ദേശീയഗാനത്തെ കൊല്ലാക്കൊല്ല ചെയ്യുന്നതിനെക്കാട്ടി CD ഇടുന്നത് തന്നെയായിരുന്നു നല്ലത്. ഇമ്മാതിരി കോക്കാച്ചിയൊന്നും കാണേണ്ടല്ലോ. എന്തായാലും സംഗതി പൊളിച്ചു. പിന്നെ വേദിയിലെ നേതാക്കന്മാർ മാത്രം ഇതൊക്കെ കേട്ടുള്ളൂ. എന്തായാലും നേരത്തെ തന്നെ പിരിഞ്ഞു പോയ കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പാലോട് രവി അണ്ണന്റെ ദേശീയഗാനം കേട്ട് ചിരിച്ച് കണ്ണും വയറും വീങ്ങി നിങ്ങൾ അവിടെ കിടന്നു ചത്തേനെ. ജനഗണ മംഗളദായ ജയ ഹേ.